വചനോദയം. മാർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങൾ. അവർ കടലിൻ്റെ മറുകരയിൽ ഗരസേയരുടെ നാട്ടിലെത്തി. അവൻ വഞ്ചിയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ ശവകുടീരങ്ങൾക്കിടയിൽ നിന്ന് എതിരെ വന്നു. ശവകുടീരങ്ങൾക്കിടയിൽ താമസിച്ചിരുന്നവനെ ചങ്ങല കൊണ്ടുപോലും ബന്ധിച്ചിടാൻ കഴിഞ്ഞിരുന്നില്ല. പലപ്പോഴും അവനെ കാൽവിലങ്ങുകളാലും ചങ്ങലകളാലും ബന്ധിച്ചിരുന്നെങ്കിലും അവൻ ചങ്ങലകൾ വലിച്ചു പൊട്ടിക്കുകയും കാൽവിലങ്ങുകൾ തകർത്തു കളയുകയും ചെയ്തു. അവനെ ഒതുക്കി നിർത്താൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. രാപ്പകൽ അവൻ കല്ലറകൾക്കിടയിലും മലകളിലുമായിരുന്നു. അവൻ അലറി വിളിക്കുകയും കല്ലുകൊണ്ട് തന്നെ മുറിപ്പെടുത്തുകയും ചെയ്തു. അകലെ വെച്ച് തന്നെ അവൻ യേശുവിനെ കണ്ട് ഓടിവന്ന് അവനെ പ്രണമിച്ച് ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര യേശുവേ, അങ്ങ് എന്റെ കാര്യത്തിൽ എന്തിനിടപെടുന്നു? ദൈവത്തെ കൊണ്ട് ആണയിട്ട് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു, അങ്ങ് എന്നെ പീഡിപ്പിക്കരുതേ. കാരണം അശുദ്ധാത്മാവേ, ആ മനുഷ്യനിൽ നിന്ന് പുറത്തു വരൂ എന്ന് യേശു ആജ്ഞാപിച്ചിരുന്നു. നിന്റെ പേരെന്താണ്? യേശു ചോദിച്ചു. അവൻ പറഞ്ഞു, എന്റെ പേര് ലഗിയോൺ, ഞങ്ങൾ അനേകം പേരുണ്ട്. തങ്ങളെ ആ നാട്ടിൽ നിന്നും പുറത്താക്കരുതേ എന്നവൻ കേണപേക്ഷിച്ചു. വലിയൊരു പന്നിക്കൂട്ടം മലയരികിൽ മേയുന്നുണ്ടായിരുന്നു. ഞങ്ങളെ ആ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കുക, ഞങ്ങൾ അവയിൽ പ്രവേശിച്ചു കൊള്ളട്ടെ എന്നവർ അപേക്ഷിച്ചു. അവൻ അനുവാദം നൽകി. അശുദ്ധാത്മാക്കൾ പുറത്തു വന്ന് പന്നിക്കൂട്ടത്തിൽ പ്രവേശിച്ചു. ഏകദേശം 2000 പന്നികളുണ്ടായിരുന്നു. അവ കിഴക്കാംതുക്കായ തീരത്തിലൂടെ പാഞ്ഞു ചെന്നു കടലിൽ മുങ്ങിച്ചെന്നു. പന്നികളെ മേയിച്ചുകൊണ്ടിരുന്നവർ ഓടിപ്പോയി നഗരങ്ങളിലും നാട്ടിൻപുറങ്ങളിലും വിവരമറിയിച്ചു. സംഭവിച്ചതെന്തെന്ന് കാണാൻ ജനങ്ങൾ വന്നുകൂടി. അവർ യേശുവിൻ്റെ അടുത്തെത്തി. ലഗിയോൺ ആവേശിച്ചിരുന്ന പിശാച് ബാധിതൻ വസ്ത്രം ധരിച്ച് സുബോധത്തോടെ അവിടെ ഇരിക്കുന്നത് കണ്ടു. അവർ ഭയപ്പെട്ടു. പിശാച് ബാധിതനും പന്നികൾക്ക് സംഭവിച്ചത് കണ്ടവർ അക്കാര്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞു. തങ്ങളുടെ പ്രദേശം വിട്ടുപോകണമെന്ന് അവർ യേശുവിനോട് അപേക്ഷിച്ചു. അവർ വഞ്ചിയിൽ കയറാൻ തുടങ്ങിയപ്പോൾ പിശാച് ബാധിച്ചിരുന്ന മനുഷ്യൻ അവനോടുകൂടെ പോകുന്നതിന് അനുവാദം ചോദിച്ചു. എന്നാൽ യേശു അനുവദിച്ചില്ല. അവൻ പറഞ്ഞു, നീ വീട്ടിൽ സ്വന്തക്കാരുടെ അടുത്തേക്ക് പോവുക. കർത്താവ് നിനക്കു വേണ്ടി എന്തെല്ലാം പ്രവർത്തിച്ചുവെന്നും എങ്ങനെ നിന്നോട് കരുണ കാണിച്ചുവെന്നും അവരെ അറിയിക്കുക. അവൻ പോയി യേശു തനിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തെന്ന് ദെക്കാപോളിസിൽ പ്രഘോഷിക്കാൻ തുടങ്ങി. ജനങ്ങൾ അത്ഭുതപ്പെട്ടു. വചന വിചിന്തനം. കർത്താവേ, എഴുന്നേൽക്കണമേ, എന്നെ രക്ഷിക്കണമേ. ശവകുടീരങ്ങൾക്കിടയിൽ വസിക്കുന്ന അശുദ്ധാത്മാക്കളുടെ സൈന്യം ബാധിച്ച ഒരു മനുഷ്യനിൽ നിന്നാണ് സുവിശേഷം ആരംഭിക്കുന്നത്. അവൻ്റെ അവസ്ഥ നിരാശാജനകമാണ്. അവൻ ശാരീരികമായും ആത്മീയമായും പീഡിപ്പിക്കപ്പെടുന്നു. ഇത് കഷ്ടപ്പാടുകളുടെ യാഥാർത്ഥ്യത്തെയും ലോകത്തിലെ തിന്മയുടെ വിനാശകരമായ ശക്തിയെയും എടുത്തു കാണിക്കുന്നു. തിന്മയുടെ മേലുള്ള യേശുവിൻ്റെ അധികാരം, രോഗശാന്തിയും പരിവർത്തനവും കൊണ്ടുവരാനുള്ള അവൻ്റെ കഴിവ്, മറ്റുള്ളവരുമായി അവരുടെ സാക്ഷ്യം പങ്കിടാൻ അവൻ്റെ കൃപ അനുഭവിച്ചവരുടെ ഉത്തരവാദിത്തം എന്നിവയുടെ ശക്തമായ വിവരണവുമാണ് ഇവിടെ കാണുന്നത്. ഇത് യേശുവിൻ്റെ വീണ്ടെടുപ്പ് ശക്തിയെ ഓർമ്മിപ്പിക്കുകയും അവൻ്റെ കരുണയ്ക്കും നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനം വരുത്തുന്ന പ്രവർത്തനത്തിനും സാക്ഷ്യം വഹിക്കാനും നമ്മെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു.